യേശുവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന കർമ്മമാണ് ഏതെന്ന് പറയുന്നത് സ്നാനം. അല്ലാതെ പെന്തക്കോസ്തുകാരെ തട്ടിക്കൂട്ടി ഏർപ്പാടല്ല. ഇത് കർത്താവ് കാണിച്ച മാതൃകയാണ്, അപ്പോസ്തലന്മാർ ചെയ്ത രീതിയാണ്, തിരുവെഴുത്തിൽ ലിഖിതമാക്കിയ പ്രമാണമാണ്. അപ്പോൾ കർത്താവിന്റെ മരണത്തോട് ആണ് നമ്മൾ അതിനെ ഏകീഭവിക്കുന്നത്. അങ്ങനെ ആ ശുശ്രൂഷയോട് ഏകീഭവിച്ചവരാണ് പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് എന്തോ ചെയ്യുന്നത്. അപ്പൊ യേശു പുനരുത്ഥാനം ചെയ്തതുപോലെ പുനരുത്ഥാനം ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് യേശു മരിച്ചതുപോലെ മരണത്തോട് ഏകീഭവിക്കുന്ന സ്നാനമേറ്റേ പറ്റൂ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. വേറൊരു പ്രധാന ചിന്ത ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം ബോധ്യമാകും. 1 കൊരിന്ത്യർ ലേഖനം 6-17 വാക്യങ്ങൾ മറന്നു പോകല്ലേ. 1 കൊരിന്ത്യർ 6:17 വാക്യം എന്താ പറയുന്നത്? കർത്താവിനോട് ചേരുന്നവൻ അവനുമായി, ഒരു വാക്യം മൊത്തത്തിൽ പറഞ്ഞിട്ട് ബാക്കി ഒരു അല്പം പറയാൻ പറ്റുന്നില്ല. കർത്താവിനോട് ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. 1 കൊരിന്ത്യർ 6:17 വാക്യം ആരും മറക്കരുത്. പെന്തക്കോസ്ത് ജനത മറക്കരുത്. ആ വാക്യത്തിന്റെ ഗൗരവം ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. കർത്താവിനോട് ചേരുന്നവൻ അവനുമായി എന്തോ ആകും? ഏക ആത്മാവാകും. കർത്താവിനോട് ചേരുന്ന നടപടി എന്തോന്ന് പറ. ഗലാത്യ ലേഖനം 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. അപ്പൊ കർത്താവിനോട് ചേരാനുള്ള നടപടി എന്തുവാ? സ്നാനമാ. കർത്താവിനോട് ചേരുവാൻ സ്നാനമെന്ന നടപടി ഏറ്റപുള്ളി കർത്താവിനോട് എന്തോ ആയി? ഏക ആത്മാവായി. ആ വാക്യത്തിന്റെ പൊരുൾ അറിയാൻ വേറൊരു വാക്യം ഞാൻ തരാം. ഉൽപ്പത്തി 2:24 ഉൽപ്പത്തി പുസ്തകം 2:24 എന്താ പറയുന്നറിയാം? ഉൽപ്പത്തി 2:24 പറയുന്നു, അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ബാക്കി പറ, ഇരുവരും ഒരു ദേഹമായി മാറും. കണ്ടോ? ഭാര്യയോട് പറ്റിച്ചേരുന്ന ഭർത്താവ് ഭാര്യയുമായിട്ട് എന്തോ ആകും? ഒരു ദേഹം. ഭർത്താവിനോട് പറ്റിച്ചേരുന്ന ഭാര്യ എന്തോ ആകും? ഒരു ദേഹമായി മാറും. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ എന്തോ ആയും? ഏക ആത്മാവാകും. മനസ്സിലാകും? എത്ര പേർക്ക് പൊരുൾ മനസ്സിലായി? സ്നാനത്തിന്റെ ഗൗരവം എത്ര പേർക്ക് മനസ്സിലായി? സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നതാണ്. അങ്ങനെ സ്നാനപ്പെട്ട ഒരാൾ യേശുവിനോട് ചേരുകയാണ്. യേശുവിനോട് ചേരുന്ന ഒരാൾ യേശുവുമായി എന്തോ ആകുന്നു? ഏകദേഹമല്ല, പിന്നെ ഏക ആത്മാവാണ്. തങ്കമ്മയും ചാക്കോച്ചനും തമ്മിൽ വിവാഹം കഴിച്ചു, നല്ലതാണ്. അവരെ ആശീർവദിക്കുമ്പോൾ നിങ്ങൾ ഇനി രണ്ടല്ല ഒരു ദേഹമത്രേ എന്നുവരെ, മരണം വരെ. ഒന്നുകിൽ തങ്കമ്മയുടെ മരണം അല്ലെങ്കിൽ ചാക്കോച്ചന്റെ മരണം. ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവർ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപെടുകയാ ന്യായമായി. കാരണം അവരിരുവരും ദേഹമായതേ ഉള്ളൂ, ഒരു ദേഹമായതേ ഉള്ളൂ. പക്ഷെ വേർപിരിക്കാനാവാത്ത ഒരു ബന്ധമാണ് സ്നാനത്തിലൂടെ യേശുവുമായിട്ടുള്ളത്. യേശുവിനോട് ചേരുന്നവൻ യേശുവുമായി ഏക ആത്മാവാകുന്നു. ഇനി ആത്മാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആത്മാവിന് മാത്രമേ ആത്മമണ്ഡലത്തിൽ പ്രവേശനമുള്ളൂ. ദേഹത്തിന് ആത്മമണ്ഡലത്തിൽ പ്രവേശനമില്ല. ദേഹം എന്തിനു കൊള്ളാം? എത്ര വണ്ണമുള്ളതായാലും പൊണ്ണം കുറഞ്ഞതായാലും നീളം കൂടിയതോ നീളം കുറഞ്ഞതോ ആയ ദേഹമാകട്ടെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാം? മണ്ണിൽ ഉപേക്ഷിക്കാൻ കൊള്ളാം, പുഴുവിന് കൊടുക്കാൻ കൊള്ളാം. ഇവിടുത്തെ ആഞ്ഞലിക്കും ഇവിടുത്തെ പറങ്കിക്കും മാവിനും മറ്റുതര വൃക്ഷങ്ങൾക്കും വലിച്ചെടുത്ത് താടി വീർപ്പിക്കാൻ കൊള്ളാം. അല്ലാതെ ദേഹം ഒന്നിനും കൊള്ളത്തില്ല. ആത്മാവ് എന്തിനു കൊള്ളാം? ക്രിസ്തുവിനോട് ഏകീഭവിക്കാൻ കൊള്ളാം, ക്രിസ്തുവുമായി ഒരുമിച്ച് ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കൊള്ളാം. ഈ ആത്മിക സത്യം ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചേ.